In peace, പോപ്പ് ഫ്രാൻസിസോ അതാരാ? മാർപ്പാപ്പേ സിംഗറാ? 2 ദിവസം മുമ്പ് തൊപ്പിയിട്ട് ലൈവിനകത്ത് വന്നൊരു കാര്യമാണ്. ആ ഒരു ലൈവിനിടയ്ക്ക് സംഭവിച്ച ഒരു കാര്യമാണ്. നിങ്ങളതിൻ്റെ ചെറിയൊരു ക്ലിപ്പാണ് ഫസ്റ്റ് കണ്ടത്. ഈ ഒരു ഇഷ്യൂവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ എന്നുള്ളൊരു കാര്യം, മാർപ്പാപ്പയെ തൊപ്പി അപമാനിച്ചു എന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് ഫീൽ ചെയ്യാം. ഇതേ കണക്ക് തന്നെയായിരുന്നു മനോരമ ന്യൂസിൻ്റെ ഒരു പോസ്റ്റ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. തൊപ്പി മാർപ്പാപ്പയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ഞാനൊരു പുള്ളിക്കാരൻ ലൈവ് എടുത്ത് നോക്കിയപ്പോഴാണ് അതിനകത്ത് ഇതേ കണക്ക് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പുള്ളിക്കാരൻ ചാറ്റ് വരും ആ ഒരു ലൈവിൽ. അതിൽ ഇതേ കണക്ക് മാർപ്പാപ്പ മരിച്ചു എന്നുള്ളൊരു കാര്യം പറയുന്നു. ആ ഒരു സമയത്ത് തൊപ്പിക്ക് മാർപ്പാപ്പയെ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആരാണ് എന്ന് ചോദിക്കുന്നു. സിംഗറാണോ എന്ന് ചോദിച്ചു. കാരണം പോപ്പ് എന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് സിംഗറാണോ എന്ന് ചോദിച്ചപ്പോൾ ആ പിറവിലിരുന്ന ആ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ പറയുന്നുണ്ട് അല്ല ഇതേ കണക്കാണെന്ന്. അത് കേട്ടതുകൊണ്ടെങ്കിൽ തൊപ്പി ഓക്കെ എന്ന് പറഞ്ഞിട്ട് RIP എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ അതേ കണക്ക് കണ്ടിന്യൂ ചെയ്ത് ലൈവ് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് കുറേ അധികം മീഡിയാസ് വന്നിട്ട് ഇതിന് ഭയങ്കരമായിട്ടുള്ള വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ പറയാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് ആ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. റെസ്റ്റ് ഇൻ പീസ്, പോപ്പ് ഫ്രാൻസിസോ അതാരാ? മാർപ്പാപ്പേ സിംഗറാ? ക്രിസ്ത്യാനികളെ ഇതില്ലേ അവരെ മാർപ്പാപ്പ ഫാദർ അവര്. ഓക്കെ RIP. നിങ്ങളിപ്പം ഈ ഒരു കണ്ട വീഡിയോ ആണ് അതിൻ്റെ ഫുൾ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിനകത്ത് പുള്ളിക്കാരനെ അറിയത്തില്ല ആരാണെന്നുള്ള ഒരു കാര്യം മാർപ്പാപ്പ എന്ന് പറഞ്ഞത്. ഈ സമയത്ത് പുറകിൽ നിന്ന് ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് ഇതേ കണക്കാണ് സംഭവം എന്ന് പറഞ്ഞ സമയത്ത് പുള്ളിക്കാരനത് മനസ്സിലാക്കിയിട്ട് ഓക്കെ RIP എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയത്തിലേക്കാണ് തൊപ്പി പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഭവം എടുത്തു വെച്ചിട്ട് മീഡിയാസിലൊക്കെ ഭയങ്കരമായിട്ട് പോസ്റ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. തൊപ്പി ഇതേ കണക്ക് മാർപ്പാപ്പയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള തൊപ്പിക്കെതിരെ നെഗറ്റീവ് വരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ വലിയ നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തൊപ്പിക്കെതിരെ വന്നിട്ടില്ല. അപ്പം കുറ്റം പറയാനുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കുറ്റം പറയാം. ഇതിനു മുമ്പും തൊപ്പിക്ക് എതിരെ ഇഷ്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ കുറ്റം പറയണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കുറ്റം പറയാം. പക്ഷേ ഇതിലൊക്കെ ആവശ്യമില്ലാത്ത ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഓരോന്ന് കുറ്റം പറയുക അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട എന്തിനാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഇപ്പം ലോകത്ത് പലരെയും നമുക്കറിയാൻ സാധിക്കാത്തവരുണ്ട്. ചിലപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ പേരുണ്ടായിരിക്കാം. എല്ലാവർക്കും ഈ ലോകത്ത് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് പേർക്കൊക്കെ നല്ല രീതിയിലായി. ഇപ്പം മാർപ്പാപ്പ അറിയാവുന്ന കുറേ പേരുണ്ട്, അറിയാത്തവരുണ്ട്. ഇപ്പം അറിയാത്ത തൊപ്പിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു പെട്ടെന്നത് കേട്ട സമയത്ത് പോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സിംഗറാണോ എന്ന് തെറ്റിദ്ധരിച്ചു തൊപ്പി. അപ്പോഴാണ് ഇതേ കണക്ക് ആ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു അല്ല ഇതേ കണക്കാണെന്ന്. അപ്പോൾ തന്നെ പുള്ളിക്കാരൻ അപമാനിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ സംസാരിച്ചില്ല. അത് അങ്ങനെ തന്നെ ടോപ്പിക്ക് വിട്ടിട്ട് അടുത്ത ഒരു കാര്യത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കരമായിട്ട് അറിയത്തില്ലാത്ത ഒരു കുറ്റമാണോ? എത്രയോ കാര്യങ്ങൾ ലോകത്ത് ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരനെ അറിയത്തില്ല. അത് ഫ്രണ്ട് പറഞ്ഞു കൊടുത്തു, അത് മനസ്സിലായി, അത് ആ ടോപ്പിക്ക് വിട്ടുപോയി. പക്ഷേ ഇത് മീഡിയാസൊക്കെ എടുത്ത് വെച്ച് ഭയങ്കരമായിട്ട് അറിയത്തില്ല അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലറായിട്ട് ന്യൂസ് ചാനലാണ് അത് ഭയങ്കരമായിട്ട് എടുത്ത് ഇഷ്യൂ ആക്കുന്ന രീതിയിൽ സംസാരം ആ ഒരു പോസ്റ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയ ഒരു കാര്യം അതൊരിക്കലും ശരിയായിട്ടുള്ള തെറ്റാണെങ്കിൽ നമുക്ക് കുറ്റപ്പെടുത്താം ഒരു കാര്യമില്ല. ഇത് അറിയാത്ത ഒരു വ്യക്തി അതിൻ്റെ കാര്യം പറഞ്ഞു, അത് മോശമായിട്ടുള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടുമില്ല. അപ്പം അത് ചുമ്മാ ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ തൊപ്പി മാർപ്പാപ്പയെ അപമാനിച്ചു എന്നുള്ളൊരു കാര്യം? അതോ നിങ്ങൾക്ക് തോന്നുന്നത് ഇത് നോർമലായിട്ട് സംസാരിച്ചതാണോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.